സ്പെഷ്യലാണ്. ബിക്കോസ് സിനിമാ മേഖലയിൽ ആദ്യം തുടക്കം കുറിക്കുന്നത് എഴുത്തോല ത്രൂവാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കഥ ഒരു കാലഘട്ടത്തിലൊക്കെ ആശാന്മാരൊക്കെ പോയിട്ടുണ്ട്, ആശാന്മാരൊക്കെ. അപ്പോൾ ആ ഒരു ഫീലിംഗൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ സിനിമ ഇഷ്ടം. ഓക്കെ, ആർട്ടിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സിനിമയാണല്ലോ. ആർട്ടിനെ ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയുന്നത്, ചിലതിനൊന്നും നമ്മൾ ഒരു ഇത് ചെയ്തിട്ടില്ല. ബിക്കോസ് നല്ല രീതിയിൽ എടുക്കുക ഈ സിനിമ, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അത് ഇൻ്റർനാഷണൽ അവാർഡ്സ് ഈ സിനിമയ്ക്ക് കിട്ടും. ഭാഷ അറിയാത്ത ഒരു കൺട്രിയിൽ സബ് ടൈറ്റിൽസ് ഉണ്ട്. അത് വെച്ചിട്ട് അവർ ആ സിനിമ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എല്ലായിടത്തും ഉള്ളൊരു കാര്യം. ആ ഒരു മൈൻഡിലാണ് അവരൊക്കെ കണ്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ 8 or 10 ഇൻ്റർനാഷണൽ അവാർഡ്സ് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സിനിമ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ജനങ്ങളെങ്ങനെ തേറ്റിട്ടാണ് സ്ത്രീകൾ കണ്ടാൽ അല്ലെങ്കിൽ അതുമാതിരിയുള്ള ആൾക്കാരൊക്കെ കണ്ടാൽ. പക്ഷേ ഈ സിനിമ പലതരത്തിലുള്ള അമ്മ ഒരാൾക്ക് പലതരത്തിലുള്ള അമ്മ ചെയ്യാൻ കിട്ടാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. എന്നുവെച്ചാൽ കുറേ അമ്മ തന്നെ ഇങ്ങനത്തെ അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സിനിമയെക്കുറിച്ച്? പ്രേക്ഷകരോട് പടം ഏറ്റവും നല്ലൊരു പടം തന്നെയാണ്. എല്ലാവരും ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് പറയണം എങ്ങനെയാണ് ഇതിൻ്റെ തെറ്റുകൾ ശരികൾ പറയണം. അധികമൊന്നും എനിക്ക് പറയാറില്ല, ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നല്ല മൂവിയാണ്. ഇനി നിങ്ങളാണ് ഇത് പ്രമോഷൻ ചെയ്ത് ഇതാക്കാൻ. കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു മൂവി അല്ലേ, ഇപ്പം വലിയ ബഹളങ്ങളൊന്നുമില്ല, വലിയ എന്താ പറയുക ബഹളമുള്ളൊരു ഇപ്പോഴത്തെ ഒരു മൂവിയല്ല അല്ലേ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ മൂവിയല്ല. അപ്പോൾ അത് ജനങ്ങളെങ്ങനെ എടുക്കുമെന്നൊരു ടെൻഷനിലാണ്. എല്ലാവരും എടുക്കണം, എല്ലാവരും കാണും. ഇദ്ദേഹത്തിൻ്റെ എഴുത്തോല എന്ന് പറയുന്നൊരു കൊമേഴ്ഷ്യൽ മൂവിയല്ല, ഇതൊരു ഫെസ്റ്റിവൽ ടൈപ്പ് ഓഫ് മൂവിയാണ്. അപ്പം പഴയകാല ചരിത്രമാണ്, മീൻസ് ഒരു കഥയാണ്. ഇനി ഒരിക്കലും ഇനി പോസിബിൾ അല്ലാത്തൊരു കഥയും കൂടെ എഴുത്തോല എന്ന് പറയുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡിൽ പോലും എഴുത്തോലയുണ്ട്, അതിലും പിന്നിലുള്ള ഒരു കഥയാണ് പറയുന്നത്. സോ ഇത് റിലീസാക്കണം എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചത് ഈ സിനിമയ്ക്ക് ഒരു പ്യോറിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യാതാണ് ഈ സിനിമ ഇറക്കിയത്. കാരണം അതിൻ്റെ അത്രയും നന്മയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ്. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സമൂഹത്തിൽ കണക്ട് ആവുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അവർക്ക് ഇതുമായിട്ടൊന്നും അറിവില്ല. ഇതിലൂടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം മാറിയിട്ടുണ്ടെന്നും കൂടെ ഇതിലൂടെ ഒരു അവയർനെസ് നൽകാം. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല പാട്ടുകൾ എല്ലാം. പിന്നെ ശങ്കർ സാറിൻ്റെ പ്രൊഡക്ഷൻ, ശങ്കർ സാർ കുറേ നാൾ കഴിഞ്ഞുള്ള ഒരു കംബാക്ക്. അപ്പം അതിനൊക്കെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ചേച്ചി അടിപൊളിയായിട്ട് ചേച്ചി പിന്നെ ഒത്തിരി സീൻസ് ഭയങ്കര ഇമോഷണൽ ടച്ചിങ് ആയിട്ടുണ്ട്.